Hi all, Anu again. Welcome to the revision lecture of Class 10 Chemistry chapter Carbon and its Compounds. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടുപോയ എല്ലാ ടോപ്പിക്സും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ആൻഡ് അഗെയിൻ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മളുടെ പ്രീവിയസ് ലെക്ചേഴ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ ഇത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് പോലെ എടുക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻസ് വേണ്ടത് ആ ഒരു ലെക്ചേഴ്സിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഉപകാരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാർബണിനെ കുറിച്ച് പഠിച്ച കാര്യം എന്തായിരുന്നു? കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 6 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2,4 2,4 ആണ് കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നമുക്കറിയാമെന്നുണ്ടെങ്കിലോ അപ്പോൾ ശരിക്കും നമുക്ക് അടുത്ത ഒരു മേജറായിട്ടുള്ള പോയിന്റ് കാർബണിൻ്റെ വാലൻസി എത്രയാണ്, അതായത് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പഠിച്ചത്. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്, ആൻഡ് വാലൻസി 4 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 4 ആണ്. അപ്പോൾ വാലൻസി 4 ആണ് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാർബണിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ട ഇലക്ട്രോൺസ് ഒന്നെങ്കിൽ ഗെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൂസ് ചെയ്യേണ്ടത്, ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വാലൻസി. അത് എത്രയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? 4. അപ്പോൾ കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എയ്തർ 4 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാം അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കാർബണിൻ്റെ കാര്യത്തിൽ പോസിബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു എന്നിട്ട് കാർബൺ ഈ പറയുന്ന ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഗെയിനിങ് ഓർ ലോസിങ് ഇറ്റ് ഷെയർസ് ദെയർ ഇലക്ട്രോൺ, അല്ലേ? അവരുടെ വാലൻസ് ഇലക്ട്രോൺസിനെ വേറൊരു കാർബൺ ആറ്റമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആറ്റമായിട്ടോ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് 8 എന്ന നമ്പർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാണ് കാർബൺ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ബോൺസിനെ നമ്മൾ എന്താണെന്നാണ് പഠിച്ചത്? കോവലന്റ് ബോൺസ്. അപ്പോൾ യൂഷ്വലി കാർബൺ കോവലന്റ് ബോൺസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ദെൻ അടുത്തത് കോവലന്റ് ബോൺസിൽ നമ്മൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് ഏത് ടൈപ്പാണ്? സിംഗിൾ കോവലന്റ് ബോണ്ടാണ്. ആൻഡ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ കോവലന്റ് ബോണ്ടാണ്. 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ കോവലന്റ് ബോണ്ടാണ്. അതിന് നമ്മൾ സിമ്പിളായിട്ട് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്നൊക്കെ പറയും. ഇതായിരുന്നു നമ്മൾ പഠിച്ച മേജർ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കോവലന്റ് ബോണ്ട്സ്. സോ വൺസ് അഗെയിൻ നമ്മൾ ഹൈഡ്രജനും മീഥേനും ഒക്കെ സിംഗിൾ കോവലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്, നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒന്നുകൂടെ ഓർത്തെടുക്കണം കേട്ടോ. ആൻഡ് അഗെയിൻ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് കുറച്ച് പേര് ഇങ്ങനെ കൺഫ്യൂഷൻ വന്നതിൽ നമുക്ക് കോവലന്റ് ബോണ്ട്സിന് അല്ലെങ്കിൽ കോവലന്റ് ബോണ്ട്സ് വെച്ചിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ്, കോവലന്റ് കോമ്പൗണ്ട്സ്, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ യൂഷ്വലി നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഓക്സിജൻ, ക്ലോറിൻ, അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, HCl, ഇതൊക്കെ നമ്മൾ മീഥെയിൻ, ഇതെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്ക് NH4 അയോൺസിൻ്റെ ഒക്കെ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മെയിൻലി നമുക്ക് പെട്ടെന്നൊരു എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ദെൻ നമ്മൾ മെയിൻലി നമ്മുടെ ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള എല്ലാം നമ്മൾ മീഥെയിൻ, ഈഥെയിൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നതെല്ലാം എന്താണ്? കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. ദെൻ നമ്മൾ പഠിച്ചത് കാർബണിൻ്റെ ഡിഫറെൻറ്റ് അലോട്രോപ്സ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ, ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറിനും ഒക്കെ. ആൻഡ് ഇതുപോലെ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ആൻഡ് ലാർജ് സൈസ്ഡ് കോമ്പൗണ്ട്സ്, ഇതുപോലെ ഇത്രയും കോമ്പൗണ്ട്സ് കാർബണിന് മാത്രമാണ് ഇത്രയും കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ വേഴ്സറ്റാലിറ്റിക്ക് കാരണം? അതാണ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു?
ഈ കാർബണിൻ്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി സെയിം ടൈപ്പ് ആറ്റം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസുമായിട്ടും അല്ലെങ്കിൽ വേറെ തരം ആറ്റംസുമായിട്ടും ഇങ്ങനെ ലിങ്ക് ചെയ്ത് ലോങ് ചെയിൻസ് അല്ലെങ്കിൽ വലിയ ബ്രാഞ്ചുകൾ റിങ്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ടുള്ള കാർബണിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ ആറ്റം അത് കാറ്റനേഷൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാറ്റനേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ 4 വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 4, അതായത് കാർബണിൻ്റെ ടെട്രാ വാലൻസി. അപ്പോൾ ഈ കാറ്റനേഷനും ടെട്രാ വാലൻസി ഈ 2 പ്രോപ്പർട്ടീസ് കൂടി ചേർന്നിട്ടാണ് ഈ കാർബണിൻ്റെ വേഴ്സറ്റാലിറ്റിക്ക് റീസൺ ആവുന്നതെന്നും നമ്മൾ പഠിച്ചു. ദെൻ ഇങ്ങനെ കാർബൺ ഡിഫറെൻറ്റ് ആറ്റംസുമായിട്ടും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻസുമായിട്ടും കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാർബൺ ഹൈഡ്രജൻ ആയിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു. ആൻഡ് അഗെയിൻ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ മേജർ 2 ടൈപ്സ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത്. ഈ കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിച്ചു. ആൻഡ് അഗെയിൻ അവർ തമ്മിൽ ഏത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിച്ചു. ഇതിൽ ഡബിൾ ബോണ്ട് മാത്രമുള്ള സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരുന്നു ആൽക്കെയിൻസ്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കീൻസ് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലോ ആൽക്കൈൻസ്. സോ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അതായത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള ആളാണ് ആൽക്കെയിൻ. ദെൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് 2 ടൈപ്പ് ഉണ്ട്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ദെൻ അടുത്ത് നമ്മളുടെ മനസ്സിലേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്യാൻ ദിസ് ഹൈഡ്രോകാർബൺസ് ഹാവ് മോർ ദാൻ 1 സ്ട്രക്ചർ? അതായത് സെയിം മോളിക്യുലർ ഫോർമുലയും ഡിഫറെൻറ്റ് സ്ട്രക്ചറും ഈ പറയുന്ന ഹൈഡ്രോകാർബൺസിന് പോസിബിൾ ആണോ? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? യെസ്, വി ക്യാൻ. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത് എന്തായിരുന്നു? ബ്യൂട്ടേൻ. ബ്യൂട്ട് മീൻസ് 4 കാർബൺ ആറ്റംസ്. അപ്പോൾ ബ്യൂട്ടേൻ്റെ മോളിക്കുലർ ഫോർമുല എന്തായിരുന്നു? C4H10 ആയിരുന്നു. അപ്പോൾ ഈ സെയിം മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് നമുക്ക് 2 സ്ട്രക്ചേഴ്സ് കണ്ടു അല്ലേ? നമ്മൾ ഐസോ ബ്യൂട്ടേനും കണ്ടു, എൻ ബ്യൂട്ടേനും കണ്ടു. ആൻഡ് അഗെയിൻ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, എൻ ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ മീൻസ് നോർമൽ ബ്യൂട്ടേൻ. അപ്പോൾ അതായത് ജസ്റ്റ് സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് ഉള്ള ബ്യൂട്ടേനും നമ്മൾ കണ്ടു, ജസ്റ്റ് ഒരു ബ്രാഞ്ച്ഡ് വേർഷനും കണ്ടു. അപ്പോൾ സെയിം മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് 2 സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ ഇതുപോലെ സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയുമുള്ള ആ ഒരു ഫിനോമിനനെ നമ്മൾ എന്താണ് പേര് പഠിച്ചത്? ഐസോമെറിസം. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറൽ ഐസോമെറിസം. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പോയിന്റ് ആയിരുന്നു കണ്ടത്? അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഒന്നെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഈ പറയുന്ന ഈ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഹൈഡ്രോ കാർബൺസുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിൽ ഈ ഒരു പോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതായത് ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രോപ്പർട്ടീസിനെ തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, അതിനെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതായിരുന്നു ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഒരു ജനറൽ ഫോർമുലയും ഒരു സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെയുള്ള ഒരു നമ്പർ ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ടേംസിലും കൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഹോമോലോഗസ് സീരീസിലുള്ളവർക്ക് എല്ലാവർക്കും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് അഗെയിൻ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണും. പക്ഷേ ഓരോ മെമ്പേഴ്സ് തമ്മിൽ അതായത് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഹോമോലോഗസ് സീരീസിലെ ഓരോ മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതായത് 14 മാസിൻ്റെ ഒരു വ്യത്യാസം വരും. നമ്മളിപ്പോൾ മാത്സിലൊക്കെ നമ്മൾ പ്രോഗ്രഷൻസ് ഒക്കെ പഠിക്കാറില്ലേ? സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് എല്ലാവരും തമ്മിലൊരു റിലേഷൻ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ അവർ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ കേസിലെ കോമൺ ഡിഫറൻസ് ആയിരുന്നു CH2 ഗ്രൂപ്പ്. ഒരു കാർബണും 2 ഹൈഡ്രജനും. ദാറ്റ് മീൻസ് കാർബണിൻ്റെ 12ഉം ഹൈഡ്രജൻ്റെ 2ൻ്റെയും കൂടെ 2ഉം കൂടെ വരുമ്പോഴത്തേക്കും 14 മാസ് യൂണിറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് പേരിടുന്ന ചടങ്ങായിരുന്നു അല്ലേ? നെയിമിങ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ. അപ്പോൾ ആരായിരുന്നു ശരിക്കും ഇവർക്ക് ഈ പേരൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനുള്ള റൂൾസൊക്കെ സെറ്റ് ചെയ്യുന്നതും? IUPAC. എന്തായിരുന്നു IUPAC? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പോൾ IUPAC നെയിമിംഗ് കൺവെൻഷൻസ് ആണ് നമ്മൾ ദെൻ അടുത്തത് കണ്ടത്. അപ്പോൾ ബേസിക് ആയിട്ടും നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരുന്നു നമ്മളുടെ ബേസിക് ക്രൈറ്റീരിയ. അപ്പോൾ ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അതിന് നമ്മൾ എന്തായിരുന്നു റൂട്ട് നെയിം കൊടുത്തിരുന്നത്? മെത്ത്. അതായത് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് കുറച്ച് വാക്കുകൾ ചേർക്കായിരുന്നു ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇഫ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇസ് 1, ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്,
പെൻറ്റ്, ഹെക്സ്, ലൈക്ക് അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു അല്ലേ. ഇതായിരുന്നു നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്തിരുന്നത്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിച്ചിരുന്നു അല്ലേ, ആൽക്കീൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. സിംഗിൾ ബോണ്ട് ഉണ്ടോ, ഡബിൾ ബോണ്ട് ഉണ്ടോ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് എയിൻ ആയിരുന്നു, എ എൻ ഇ എയിൻ. ദെൻ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈൻ, ആൽക്കീൻസിൻ്റെ ഈൻസ്, ഇ എൻ ഇ ഈൻ. ആൻഡ് അഗെയിൻ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സഫിക്സ് ചെയ്തായിരുന്നു ഐൻ, വൈ എൻ ഇ ഐൻ, ആൽക്കൈൻസിന്. ദെൻ മക്കളെ, നമ്മൾ പേരിടുന്നതിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. നമ്മൾ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടേം ഓർക്കുന്നുണ്ടോ മക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, അത് നമ്മൾ ആഡഡ് ആകുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ഡിറ്റർമൈൻഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ആദ്യം തന്നെ നമുക്ക് ഹാലജൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഹാലോ എന്നുള്ള പേര് വരും. ഇപ്പോൾ ക്ലോറിനാണെങ്കിൽ ക്ലോറോ, അല്ലെങ്കിൽ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ. ദെൻ ഇതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് OH ഗ്രൂപ്പ് ആയിരുന്നു, ആൽക്കഹോൾ അല്ലേ. ആൽക്കഹോളിൻ്റെ OH ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സഫിക്സ് ആയിട്ട് ആഡഡ് ആവുന്നത് എന്തായിരുന്നു? ഓയിൽ, അതായത് മെഥനോൾ, എഥനോൾ, ലൈക്ക് അങ്ങനെയായിരുന്നു പേര് വരുന്നത്. ആൻഡ് അഗെയിൻ രണ്ടാമത്തെ നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളുടെ കോമ്പോസിഷൻ? CHO ഗ്രൂപ്പ് ആയിരുന്നു. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നെയിമിങ്ങിന് സഫിക്സ് ആയിട്ട് വരുന്നത് AL, ആലായിരുന്നു. അതായത് എഥനാൽ, മെക്സനാൽ അങ്ങനെയൊക്കെ വരുന്നത്. ദെൻ അതുപോലെ തന്നെ അടുത്ത നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു കീറ്റോൺ, CO ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് O വരുന്നത്. അപ്പോൾ കീറ്റോൺ വരാണെങ്കിൽ ഓൺ, അതായത് ONE, ഓൺ എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ സഫിക്സ് ആയിട്ട് വരുന്നത്. അതായത് ബ്യൂട്ടനോൺ, പെൻറ്റനോൺ അങ്ങനെയൊക്കെ വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടായിരുന്ന നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിരുന്നു കാർബോക്സിലിക് ആസിഡ്, അതായത് COOH ഗ്രൂപ്പ്. അപ്പോൾ ഇത് വരുന്നുണ്ടെങ്കിൽ ശരിക്കും ഓയിക് ആസിഡ് എന്നുള്ളതായിരുന്നു നമുക്ക് വരുന്ന സഫിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ നോമൻക്ലേച്ചറിന് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്. ആൻഡ് അഗൈൻ ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ഇതുപോലെ നെയിമിങ് ഇടുന്നതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ കാർബണൈഡ്സ് കോമ്പൗണ്ട്സ് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചു. അടുത്തത് നമ്മൾ കാർബണൈഡ്സ് കോമ്പൗണ്ട്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഇതുപോലെ ഓരോ ചാപ്റ്ററും വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ആൻഡ് അഗെയിൻ ഒരിക്കൽ കൂടെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിങ്ങനെ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും അടുത്ത ഒരു ലെക്ചറിൽ കാണുന്നത് വരെ ബൈ.